രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ SI ആയിരിക്കെ 2022 ജൂണിലാണ് വർഗീസ് വിരമിച്ചത്. ഇതോടെ മുഴുവൻ സമയ കർഷകനായി മാറി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. വിവിധയിനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നാണ്യവിളകളുമെല്ലാമായി സമ്പന്നമാണ് ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീടും മട്ടുപ്പാവും. ഇത് പൂർണ്ണമായിട്ടും ജൈവ രീതിയിലുള്ള കൃഷികളാണ്. ക്യാബേജ്, റെഡ് കോളിഫ്ലവർ, ഹൈബ്രിഡ് കോളിഫ്ലവർ, പിന്നെ സാധാരണ കോളിഫ്ലവർ, ഇത് വയലറ്റ് ക്യാബേജ്, പിന്നെ ഹൈബ്രിഡ് ക്യാബേജ്, അതുകൂടാതെ തക്കാളി, പിന്നെ സലാഡ് വെള്ളിരി. ക്യാരറ്റ്, ക്യാബേജ്, പയർ, പച്ചമുളക് എന്നിങ്ങനെ നിരവധി ഇനങ്ങൾ ഇവിടെ വിളയിക്കുന്നുണ്ട്. ദിവസേന ഒരു നേരമെങ്കിലും സ്വന്തം അധ്വാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരം കഴിക്കണമെന്ന ആഗ്രഹമാണ് കൃഷിയിലേക്ക് തിരിയാൻ വർഗീസിന് പ്രേരണയായത്. വിഷരഹിത പച്ചക്കറി എന്നുള്ള ഒരു സ്ലോഗന്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ ഇത് സ്വന്തമായിട്ട് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ വിഷരഹിതമായി ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ എല്ലാ നേരത്തെ ഭക്ഷണത്തിലും ഒരു കറിയെങ്കിലും സ്വന്തം പറമ്പിൽ നിന്ന് ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശം കൂടിയാണ് ഇങ്ങനെ ഈ പച്ചക്കറി കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണം. ഏലവും കുരുമുളകും ഉൾപ്പെടെയുള്ള ഇനങ്ങൾ പുരയിടത്തിലുണ്ട്. പഞ്ചായത്ത് വക ഭൂമി പാട്ടത്തിനെടുത്ത് ചോളം കൃഷിയുമുണ്ട്. കന്നുകാലികളെയും വർഗീസ് പരിപാലിക്കുന്നുണ്ട്. കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയുടെ സാരഥി കൂടിയാണ് വർഗീസ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.